Ladies and gentlemen, this is Adesh and welcome to my Kanedi. മലയാളത്തിൽ നിന്ന് മനുഷ്യനെ കരയിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു സിനിമ ഇപ്പൊ OTT വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ, മധുബാല ഇവരൊക്കെ അഭിനയിച്ച ചിന്ന ചിന്ന ആസൈ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഇതിന്റെ ഡയറക്ടർ എനിക്ക് ഒരു ലേഡിയാണ് തോന്നുന്നു, വർഷ വാസുദേവ്. കണ്ണിച്ചോരയുണ്ട് അങ്ങക്ക്, കണ്ണിച്ചോരയുണ്ട്. എനിക്ക് പറയണം, ഡു യു ഈവൻ ഹാവ് a single drop of blood in your eyes? ഒരു തുള്ളി ഉണ്ട് നിങ്ങൾക്ക്? ലോലനാണ്. ഇന്ന് രാത്രി ഞാൻ എങ്ങനെ കിടന്നുറങ്ങും? ഇത് ഫീൽ ഗുഡ് ആണ് പറഞ്ഞിട്ട് ഞാൻ ഈ സാധനം കാണാൻ, ഇല്ലെങ്കിൽ പാതിരാത്രിക്ക് ഇരുന്നിട്ട് ഈ ജാതി കരയിപ്പിക്കുന്ന പടം കാണാൻ എനിക്ക് എന്താ പ്രാന്ത് ഉണ്ടാ? സാഡിസ്റ്റ്, നിങ്ങൾ ലോക സാഡിസ്റ്റ് ആണ്. ലോലന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഈ മറ്റേ ഇങ്ങനത്തെ ചെറിയ ചെറിയ ബ്രേക്കപ്പിലൂടെ കടന്നു പോണവര്, അല്ലെങ്കിൽ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളെയൊക്കെ നഷ്ടപ്പെട്ടവരാണെങ്കിൽ ബെറ്റർ സ്റ്റേ അവേ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഡിപ്രഷൻ അടിച്ചാവും. അത്രേ പറയാനുള്ളൂ. എടി, പടം കാണുന്നത് ഈ നോർമൽ ലൈഫ് എന്നൊരു എസ്കേപ്പ് എന്നുള്ള രീതിയിലാണ്. ജീവിതത്തിലെ കരച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെ പലപ്പോഴും എന്റർടൈൻമെന്റിന് വേണ്ടി സിനിമ കാണുന്നത്. അതിലും സമാധാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കില്ല അല്ലെ? ദൈവം ചോദിക്കും, അപ്പൊ പറഞ്ഞാ മതി. സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഫിലിം. ഇതിന്റെ ക്ലൈമാക്സിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. സ്റ്റിൽ ദിസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. എന്തൊരു രസമാണെന്ന് അറിയോ? ഒരു ലവ് സ്റ്റോറി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നമുക്കിത് ഫീൽ ചെയ്യാൻ വൻ സ്റ്റാർ കാസ്റ്റ് വേണ്ട, പ്യുവർ പെർഫോമേഴ്സ് മതി എന്നുള്ളത് ഒന്നും കൂടി ഈ പടം തെളിയിച്ചിട്ടുണ്ട്. സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു പാട്ടുണ്ട്. അതായത് ഇവര് ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങി വരും, മധുബാല ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു സോങ് ഉണ്ട്. അതിന്റെ പ്ലേസ്മെന്റ് ആൻഡ് ദാറ്റ് സോങ്, അത് തന്നൊരു ഫീൽ ഉണ്ട്. ആ ഒരൊറ്റ മൊമെന്റിൽ നമ്മൾ പടത്തിലോട്ട് ഇന്നാണ്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി, ഏതോ പണി അറിയാവുന്ന ഒരുത്തനാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ, വൺ ആൻഡ് ഓൺലി ഗോവിന്ദ് വസന്ത. ഈ സിനിമയ്ക്ക് ഇന്ദ്രൻ ചേട്ടന് എത്ര ക്രെഡിറ്റ് കൊടുക്കണോ, മധുബാലയ്ക്ക് എത്ര ക്രെഡിറ്റ് കൊടുക്കണോ, അതേ ക്രെഡിറ്റ് ഗോവിന്ദ് വസന്തയ്ക്കും കൊടുക്കണം. മുക്കിന് പാട്ടാണ് ഈ പടത്തില്. ഒരു പാട്ട് പോലും ഇറിറ്റേറ്റിംഗ് ആയിട്ടോ വെറുപ്പിക്കലായിട്ടോ തോന്നിയില്ല. എന്നാ ഓരോ സീനും നോർമൽ സീനായിരിക്കും. ഇപ്പൊ അവർ രണ്ടുപേരും നടന്നു വരുന്ന സീനായിരിക്കും, അതിന് എത്രത്തോളം ലൈഫ് കൊടുക്കാൻ പറ്റുമോ അത്രയും ലൈഫ് ആ പാട്ടും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൊടുത്തിട്ടുണ്ട്. അണ്ടർ റേറ്റഡ് ജം. പട്ട് കാഞ്ചീവരം പട്ടാണ് മച്ചാനെ നിങ്ങൾ. കിട്ടു സംഭവം. ദിസ് ഗായ് ഇസ് വെരി അണ്ടർ റേറ്റഡ് ആൻഡ് ദിസ് ഗായ് ഇസ് എ ജം. എടുത്ത് പറഞ്ഞേ പറ്റൂ, അത്രയും അപ്രീസിയേഷൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. വാരണാസിയിലോട്ട് ഒരു ടീമിന്റെ ഒപ്പം നമ്മുടെ മധുബാല വരികയാണ്. അവിടെ വെച്ചിട്ട് അവർക്ക് വഴിതെറ്റി പോണു. പിന്നീട് നമ്മുടെ ഇന്ദ്രൻ ചേട്ടനെ കണ്ടുമുട്ടുന്നു. മാഷാണ്, മാഷ്. സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെ ചിന്ന ചിന്ന ആസൈ, അതായത് ഇവർക്കുള്ള ചെറിയ ചെറിയ ആശകൾ സാധിച്ചു കൊടുക്കുന്ന നമ്മുടെ ഇന്ദ്രൻ ചേട്ടന്റെ കഥ. ഓയ്യോ, ഇവരുടെ ഒരു കെമിസ്ട്രി ഉണ്ട് മോനെ. കിട്ടു എന്ത് രസമാണെന്ന് അറിയോ? ഒരു മൊമെന്റിൽ വെച്ചിട്ട് ഇന്ദ്രൻ ചേട്ടൻ ഇവരും തെറ്റിയിട്ട് പോവും. അതായത് ഇവരൊരു സ്ഥലത്ത് കൊണ്ടാക്കിയിട്ട് ഇന്ദ്രൻ ചേട്ടൻ പോവും. അവിടുന്ന് അങ്ങോട്ട് ഇവര് എത്രയും പെട്ടെന്ന് ഒന്നിച്ച് ഇവരെ കാണണം എന്നൊരു ത്വര തോന്നാൻ തുടങ്ങി. ചെറിയ പാടമാണ്, അന്ന് അത് തരുന്ന ഒരു ഫീൽ കിട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ക്ലൈമാക്സ് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. ഞാനൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ട്രാജഡിയാണ് ഒരു ക്ലൈമാക്സിൽ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, ഇതിനു ശേഷം ആ നായകൻ എന്ത് ചെയ്യും. അങ്ങനെയൊക്കെ എന്റെ ചിന്ത പോവും. പലപ്പോഴും ഇന്ന മാതിരി ഓവർ തിങ്കിങ് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിനിമ, ഞാൻ പേഴ്സണലി എല്ലാ ചവറും അപരാധങ്ങളും ഇരുന്ന് കാണുന്നത്. കാരണം അപ്പൊ ഓവർ തിങ്ക് ചെയ്യാൻ സമയം കിട്ടില്ല. ഒരു സിനിമയുടെ എൻഡിങ് ഹാപ്പി എൻഡിങ് ആയിക്കഴിഞ്ഞാൽ അതിന്റെ വേർഡിക്റ്റിനെ എങ്ങനെയാണ് ബാധിക്കാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇത്രയും സാഡിസ്റ്റ് ആയിട്ടുള്ള ഡയറക്ടർമാരൊക്കെ ഉണ്ട് ഇപ്പൊ പ്രത്യേകിച്ചുണ്ട്. മറില്ല, ദൈവം ചോദിക്കുമ്പോ പറഞ്ഞാൽ മതി. കരയിപ്പിച്ചു, ഈ ലോലനെ നിങ്ങൾ കരയിപ്പിച്ചു. എന്ത് കിടു പെർഫോമൻസ് ആണ് ഇന്ദ്രൻ ചേട്ടന്റെ റീസെന്റ് സ്ക്രിപ്റ്റ് സെലക്ഷൻ മാത്രം നോക്കിയാൽ മതി. കിടു പെർഫോമൻസ്, വേറെ ഒന്നും പറയാനില്ല. അങ്ങനെ പെർഫോമൻസിനൊന്നും ഇവാലുവേറ്റ് നമ്മൾ ആരുമല്ല. ആജാതി പെർഫോമൻസ്, ഭയങ്കര അത്രയും ഒരു പഞ്ചപാവം ക്യാരക്ടർ. എന്ത് രസമായിട്ടാണ് അയാള്
പെർഫോം ചെയ്തിരിക്കുക, സോറി അയാളെ വിളിച്ചിട്ട് അങ്ങേര് പെർഫോം ചെയ്തിരിക്കുക അറിയും. അങ്ങേര് ചിരിക്കുമ്പോ നമ്മളും അറിയാതെ ചിരിച്ചു പോകും. അങ്ങേർക്ക് സങ്കടം വരുമ്പോ നമുക്കും അറിയാതെ സങ്കടം വരും. ഞാനൊക്കെ ഈ പടം കണ്ടിട്ട് പല സീനിൽ പൊട്ടനെ പോലെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും കിട്ടു ഫീൽ ഗുഡ് വൈബ് തരുന്ന ഒരു പടമായിരുന്നു അപ് ടു എ സർട്ടൈൻ പോയിന്റ്. മധുബാല, കിട്ടു, ഞാൻ പറയില്ല ഇതിൽ കിടു എന്നല്ലാതെ യു കാൻ സേ എനിത്തിങ് എൽസ്. അത്രയും അടിപൊളി പെർഫോമൻസ് ആണ് അവര്. പറയുമ്പോ 52 വയസ്സായിട്ടുള്ള രണ്ടുപേര് റൊമാൻസ് ആണ്, പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതിന്റെ ഡയറക്ടർ അടുത്ത പടങ്ങൾ എടുക്കുമ്പോഴും ദയവ് ചെയ്ത് இந்த മാതിരി പണ്ണൽ പണ്ണക്കൂടാതെ. ലോലന്മാരാണ് ഇവിടെയുള്ള കേരളത്തിലുള്ള പകുതി ആൾക്കാർ, ലോലന്മാരാണ്. സോ ദിസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ ഫിലിം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഇത് കുറച്ചും കൂടി ഉണ്ടായിരുന്നേ, പലപ്പോഴും ടുവേർഡ്സ് ക്ലൈമാക്സും ആ ഒരു സീൻ അതൊരു സ്വപ്നമായിരിക്കണേന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ചു. ആൻഡ് ഇതിൽ എടുത്തു പറയേണ്ട വേറെ പെർഫോമൻസ് ഉണ്ട്. ഒരു ചങ്ങായി ഉണ്ട്, ഭാര്യയുടെ എന്തോ അസ്ഥി ഒഴുക്കാൻ വരുന്നത്. ചങ്ങായിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഐ ഹാവ് സീൻ ഇൻ സെവറൽ ഫിലിംസ്. പ്രത്യേകിച്ച് കൃഷാന്തിന്റെ പടങ്ങളിലൊക്കെ കാണും. യജാതി പെർഫോമൻസ്. ആ ഒരൊറ്റ സീനിൽ അങ്ങേരുള്ളൂ, അങ്ങേരുടെ പെർഫോമൻസ് പീക്കാണ്. ആ ഒരു കംപ്ലീറ്റ് അങ്ങേരുടെ ഉള്ളിലുള്ള ഒരു വോൾക്കാനിക് ഇറപ്ഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അജാതി പെട്ട പെർഫോമൻസ് ആയിരുന്നു. ഐ ഡോണ്ട് നോ ഹിസ് നെയിം, ബട്ട് ടു ഗുഡ് അ പെർഫോമർ. ആക്ടർ എന്ന് പറയുന്നേക്കാളും പെർഫോമർ എന്ന് വേണം പറയാൻ. സോ ലോലന്മാരൊക്കെ ആണെങ്കിൽ യു ബെറ്റർ സ്റ്റേ അവേ. ഇത് കാണരുത്. പലരും പലതും പറയും, ഒരിക്കലും ഇത് കാണരുത്. ലോലന്മാരാണെങ്കിൽ ഭയങ്കര സഫക്കേറ്റിംഗ് ആയി തോന്നും ടുവേർഡ്സ് എൻഡ്. നമുക്ക് ശ്വാസം കിട്ടാത്ത പോലെയൊക്കെ തോന്നും. അങ്ങനെ ഒരു എൻഡിങ് ആണ് ഈ സിനിമയ്ക്കുള്ളത്. ഡെഫിനറ്റ്ലി കരയും. ഏത് കഠിന ഹൃദയനാണെങ്കിലും കരയും. സോ ചിന്ന ആസൈ സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ലോലന്മാർ പ്ലീസ് സ്റ്റേ അവേ.